എല്ലാവർക്കും സോളിൻ എന്ന നമ്മുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ അനു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഒരു സുപ്രധാനമായ പരിവർത്തനത്തെക്കുറിച്ചാണ്. വിരമിക്കൽ. ഒരു വ്യക്തിയുടെ മനഃശാസ്ത്രത്തിനും മാനസികാരോഗ്യത്തിനും വിരമിക്കൽ എങ്ങനെയെല്ലാമാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നു. അനു, നമ്മൾ ചെറുപ്പത്തിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. വർഷങ്ങളോളം അതിനുവേണ്ടി നമ്മൾ ഓടുന്നു, പരിശ്രമിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ആ ഓട്ടം നിൽക്കുമ്പോൾ ഒരു ശൂന്യത തോന്നില്ലേ? തീർച്ചയായും ആനന്ദ്. വിരമിക്കൽ എന്നത് ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു ഘട്ടമാണെങ്കിലും പലപ്പോഴും ഇത് മാനസികമായി ഒരുപാട് വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. പതിറ്റാണ്ടുകളോളം ഒരു ചിട്ടയായ ജീവിതം നയിച്ച ഒരാൾക്ക് പെട്ടെന്ന് ദിനചര്യകൾ മാറുമ്പോൾ ഒരു തരം ദിശാബോധം നഷ്ടപ്പെട്ടതായി തോന്നാം. പ്രധാനമായും എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരാളുടെ മാനസികാവസ്ഥയിൽ വരാൻ സാധ്യതയുള്ളത്? ഒരുപാട് മാറ്റങ്ങൾ വരാം. ചിലത് നല്ലതും ചിലത് വെല്ലുവിളികൾ നിറഞ്ഞതുമാകാം. ഒന്നാമതായി, ഐഡന്റിറ്റി നഷ്ടപ്പെടാം. ജോലി എന്നത് പലരുടെയും വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ടീച്ചറാണ് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് വിരമിക്കുന്നതോട് ഇല്ലാതെയാവുന്നു. ഇത് ഒരു തരം ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് നയിക്കാം. രണ്ടാമത്, ഉദ്ദേശമില്ലായ്മ, ലാക്ക് ഓഫ് പർപ്പസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലാതാകും. വർഷങ്ങളോളം ജോലി ഒരു പ്രധാന ലക്ഷ്യമായിരുന്നവർക്ക് പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെടാം. മൂന്നാമതായി, സാമൂഹിക ഒറ്റപ്പെടൽ, സോഷ്യൽ ഐസൊലേഷൻ. ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരുമായുള്ള ദിവസേനയുള്ള ഇടപെടൽ ഇല്ലാതാകുന്നതോടുകൂടി ഒരു തരം സാമൂഹിക ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് വലിയ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. നാലാമതായി, സാമ്പത്തികപരമായ ആശങ്കകൾ, ഫിനാൻഷ്യൽ വറീസ്. പെൻഷൻ ഉണ്ടെങ്കിലും പഴയ വരുമാനം ഇല്ലാതാകുന്നതിൽ നിന്നുള്ള ആശങ്കകൾ പലവരെയും അലട്ടാം. ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. അഞ്ചാമതായി, ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഹെൽത്ത് കൺസേൺസ്. പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ വർദ്ധിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ വിരമിക്കൽ അത്ര സുഖകരമായ ഒരു കാര്യമല്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ആനന്ദ്. ശരിയായ തയ്യാറെടുപ്പുണ്ടെങ്കിൽ വിരമിക്കൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായി മാറ്റാൻ സാധിക്കും. സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും യാത്രകൾ ചെയ്യാനും പുതിയ ഹോബികൾ പിന്തുടരാനും ഇതൊരു നല്ല അവസരമാണ്. പക്ഷേ മാനസികാരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രം. വിരമിച്ചതിന് ശേഷം മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ സാധിക്കുക? അതിന് ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. അതൊരു ഹോബിയാകാം, സാമൂഹിക സേവനമാകാം, പഠനമാകാം, അല്ലെങ്കിൽ യാത്രകളാകാം. രണ്ടാമതായി, സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക. പഴയ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ബന്ധപ്പെടുക. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. ക്ലബ്ബുകളിലോ കൂട്ടായ്മകളിലോ അംഗമാകുക. മൂന്നാമതായി, ശാരീരികാരോഗ്യം ശ്രദ്ധിക്കുക. കൃത്യമായി വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. ആരോഗ്യമുള്ള ശരീരം ആരോഗ്യകരമായുള്ള മനസ്സിന് അത്യന്താപേക്ഷിതമാണ്. നാലാമതായി, തുടർച്ചയായി പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ഓർമ്മശക്തി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യാം. അഞ്ചാമതായി, സഹായം തേടാൻ മടിക്കരുത്. മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കാൻ മടിക്കരുത്. ഇപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒക്കെ വിരമിച്ചവരുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം? സോഷ്യൽ മീഡിയയ്ക്ക് നല്ലതും ചീത്തതുമായ വശങ്ങളുണ്ട്. ഒറ്റപ്പെട്ടു പോയവർക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ ഇതൊരു നല്ല മാർഗമാണ്. പക്ഷേ
അമിതമായ ഉപയോഗം താരതമ്യേന ചിന്തകൾക്കും വ്യാജമായ ലോക കാഴ്ചകൾക്കും കാരണമാകും. അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം മിതമായിരിക്കണം. വിരമിച്ചതിന് ശേഷമുള്ള ഈ മാനസികമായ മാറ്റങ്ങളെ നേരിടാൻ സോളിൻ ആപ്പ് എങ്ങനെയാണ് സഹായിക്കുന്നത്? സോളിൻ ആപ്പ് എല്ലാ പ്രായക്കാർക്കും അവരുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. വിരമിച്ച വ്യക്തിക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി ഫീച്ചറുകളും കോഴ്സുകളും ഇതിലുണ്ട്. പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും താല്പര്യം നിലനിർത്താനും സഹായിക്കുന്ന മൈൻഡ് ഗെയിമിങ്ങുകളും ബ്രെയിൻ എക്സസൈസുകളും ഇതിലുണ്ട്. റീവയർ യുവർ ബ്രെയിൻ എന്ന കോഴ്സ് വിരമിച്ചവർക്ക് എങ്ങനെ പ്രയോജനകരമാകും? റീവയർ യുവർ ബ്രെയിൻ എന്ന കോഴ്സ് എല്ലാ പ്രായക്കാർക്കും അവരുടെ ചിന്താരീതികളെയും ശീലങ്ങളെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സമഗ്രമായ പ്രോഗ്രാമാണ്. വിരമിച്ചതിനു ശേഷം ഒരു പുതിയ ദിനചര്യയിലേക്ക് മാറാനും പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനും ഈ കോഴ്സിലൂടെ ലഭിക്കുന്ന ടെക്നിക്കുകൾ സഹായിക്കും. കൂടാതെ ഏകാന്തതയും സാമൂഹിക ഒറ്റപ്പെടലും അനുഭവിക്കുന്നവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ആക്ടിവിറ്റികളും ധ്യാനങ്ങളിലും ഏർപ്പെടാൻ സോളിൻ ആപ്പ് ഒരുപാട് അവസരങ്ങൾ നൽകുന്നു. സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും കോഴ്സ് വാങ്ങാനും എങ്ങനെ സാധിക്കും? വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലെ പ്ലേ സ്റ്റോറിലോ ഗൂഗിളിലോ നിങ്ങൾക്ക് സോളിൻ എന്ന് സെർച്ച് ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ വിവിധ വെൽനസ് കോഴ്സുകൾ കാണാനാകും. റീവയർ യുവർ ബ്രെയിൻ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ഈ പുതിയ ജീവിതഘട്ടത്തിൽ സോളിൻ നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനായിരിക്കും എന്നതിൽ സംശയമില്ല. വിരമിക്കൽ ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കമാണെന്ന് മനസ്സിലാക്കാൻ ഈ ചർച്ച സഹായിക്കുമെന്ന് കരുതുന്നു. ശരിയായ തയ്യാറെടുപ്പും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധവും ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. തീർച്ചയായും ആനന്ദ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ല ആരോഗ്യം, നല്ല മനസ്സ്. സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്.